കോഴിക്കോട് സൗത്തിൽ നിന്നും വരുന്ന ഒരു വാർത്തയാണ്. കോഴിക്കോട് സൗത്തിൽ വ്യാപക കള്ളവോട്ടെന്ന BJPയുടെ ആരോപണം. ഒരു ബൂത്തിൽ 10 മുതൽ 20 വരെ കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആരോപണമായി ഉയരുന്നത്. പിന്നിൽ CPIM ആണെന്ന് NDA സ്ഥാനാർത്ഥി T രനീഷ് ആരോപിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ ചേരുന്നു. ദിലിഷ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, കോഴിക്കോട് സൗത്തിലെ പയ്യാനക്കൽ സ്കൂളിൽ, അതായത് ബൂത്ത് നമ്പർ 133-ലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കള്ളവോട്ട് ആരോപണം വന്നിരിക്കുന്നത്. അതായത് പയ്യാനക്കൽ സ്വദേശിയായിട്ടുള്ള മനോഹരൻ എന്നയാൾ രാവിലെ വോട്ട് ചെയ്യാനായിട്ട് എത്തിയതായിരുന്നു. നല്ല തിരക്കുള്ള ബൂത്താണ്. നിരവധി വോട്ടർമാർ ഇപ്പോഴും അവിടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇത്തരത്തിൽ മണിക്കൂറുകളോളം വരി നിന്ന് വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് തൻ്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു പോയതായിട്ട് അറിയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പയ്യാനക്കൽ സ്വദേശിയായിട്ടുള്ള രമേശനാണ് ഇത്തരത്തിൽ തൻ്റെ വോട്ട് മറ്റൊരാൾ ചെയ്തതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. വലിയ പ്രതിഷേധവുമായിട്ട് BJP എത്തിയിട്ടുണ്ട്. അതിൽ BJP മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള T രനീഷ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ വ്യാപകമായിട്ട് കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് 10 മുതൽ 20 വരെ കള്ളവോട്ടുകൾ ബൂത്തിൽ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, നേരത്തെ തന്നെ CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് BJP ആരോപിക്കുന്നത്. നേരത്തെ തന്നെ CPM പ്രവർത്തകർ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കയറിയിട്ട് നാട്ടിലില്ലാത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നാട്ടിലില്ലാത്തവർക്ക് പുറമെ നാട്ടിലുള്ളവരുടെയും വോട്ടുകൾ ഇപ്പോൾ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നുണ്ട് എന്നാണ് ആരോപണം. പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നാണ് ആരോപിക്കുന്നത്. ഈ പയ്യാനക്കൽ ബൂത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.